ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ സമയം ഏകദേശം 4:45. അപ്പം ഞാനൊന്ന് കണ്ണ് തുറന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി പോയി. കാരണം ഇന്നലത്തെ ക്ഷീണവും കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് ഞാൻ വളരെ നേരത്തെ ഉറങ്ങിപ്പോയി. ഒരുപാട് നേരത്തെ ഉറങ്ങി, നല്ലോണം ക്ഷീണം ഉണ്ടായിരുന്നു. അതാ എണീച്ച് ഇന്നിപ്പോൾ അത്താഴം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. ഞാനൊന്നും കരുതിയിട്ടില്ല അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പാട്ടോ. എന്നാൽ ആ മഴ കിട്ടിയതിൻ്റെ തണുപ്പാണ്. ഇപ്പം ഇന്ന് രാവിലെ നല്ല തണുപ്പാണ്. നല്ല സുഖമുണ്ട് കേട്ടോ കിടന്നുറങ്ങാനൊക്കെ. മറ്റേത് പൊള്ളിയിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ലേണോ. അപ്പോൾ അല്ലാ അൽഹംദുലില്ലാ രാവിലെ എണീച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇന്നലെ ഞാൻ വണ്ടി ഒന്ന് സർവീസ് ചെയ്തിട്ടോ. വണ്ടി ഞാൻ ഒരു 2 മാസത്തിന് ശേഷമാണ് സർവീസ് ചെയ്തത്. കാരണം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി ഇങ്ങനെ കൊണ്ടുനടക്കലാണ്. സർവീസ് ചെയ്യലൊക്കെ വളരെ കുറവാണ്. ഞാൻ തന്നെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാം, അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. അപ്പോൾ എന്തായാലും ജ്യൂസ് എന്തെങ്കിലുമൊക്കെ അടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പൊന്ന് ചെറുതായിട്ട് ബ്രഷ് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലിച്ചൊക്കെ ബ്രഷ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കണം, അതാണ് നല്ലത്. അപ്പോൾ എന്തായാലും കോൾഗേറ്റും ബ്രഷും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കാണാം. ഇന്നലെ രാത്രി കിടക്കുമ്പോൾ കാലുമലിട്ട ഷോക്സ് ഞാൻ ഇതുവരെ അയച്ചു വെച്ചിട്ടില്ല കേട്ടോ. ആ ഷോക്സുമ്പോൾ തന്നെയാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് കണ്ടോ. എനിക്കൊന്നും ഓർമ്മല്ല ഇന്നലെ എന്താണ് സംഭവിച്ചത്. ഒരു കാര്യങ്ങളും എനിക്ക് ഓർമ്മല്ല. ഒന്നാമത് ഇന്നലത്തെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് കേട്ടോ. സമയമല്ല, നമുക്ക് വേഗം അത്താഴം കഴിക്കാനുള്ള പരിപാടികൾ നോക്കാം. ഞാനിവിടെ ഒരു കാര്യങ്ങളും റെഡിയാക്കിയിട്ടില്ല കേട്ടോ. എനിക്കൊന്നും റെഡിയാക്കാൻ പറ്റില്ല. ടേബിളൊക്കെ ഇന്നലെ എങ്ങനെയാണോ വെച്ചാൽ അതേ കൊടുക്കുന്നുണ്ട്. രാത്രി തന്നെ കിച്ചണും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലീൻ ആക്കി. ഒരു പ്ലേറ്റ് ഉണ്ട് കഴുകാൻ, ബാക്കിയൊക്കെ റെഡിയാക്കി. ഇപ്പം എന്തായാലും ഉമ്മ നമ്മളെ വീട്ടിൽ ആരും ഇല്ലെങ്കിലാണ് നമ്മളാകെ പെട്ടുപോവുക. നമ്മളെല്ലാ കാര്യങ്ങളും അവതാളത്തിലായി പോകും. വീട്ടിൽ ആളുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇന്നലെ ഞാൻ ഡോക്ടറെയൊക്കെ കണ്ടു വന്ന് ഒരുപാട് സമയം ഞാൻ തിരിച്ചുകൂടെ എത്തിയപ്പോട്ടോ. 2:30 ഞാൻ ബത്തേരി എത്തിയെങ്കിലും ബത്തേരി ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് ലേറ്റ് ആയി പോയി. പിന്നെ അതിന് ശേഷം എനിക്ക് വേറെ കണ്ടന്റോ കാര്യങ്ങളൊന്നും ചെയ്യാനോ ഒന്നിനും സമയം കിട്ടില്ല. അപ്പോൾ എന്താ വേഗം ബ്രഷ് ചെയ്ത് വേഗം എന്തെങ്കിലും കഴിച്ചിട്ട് നിസ്കരിക്കണം. കുളിച്ചതാണ് രാത്രി. അപ്പോൾ വേഗം നമുക്ക് പരിപാടി നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ നോക്കിയപ്പോഴേ ഞാൻ ഇന്നലെ വാങ്ങിയ ഷമാമുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഷമാമാക്കാം തൽക്കാലം. പൊളിച്ചൊക്കെയുള്ള ജ്യൂസ്. എന്നിട്ട് പകുതി ഷമാമ് എടുത്താലും എനിക്ക് അത്രയും വേണ്ടി വരില്ല. പകുതിൻ്റെ പകുതി മതി. ബാക്കി നമുക്ക് അതേപോലെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം. എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കാന്നേ ഉള്ളൂ കേട്ടോ. എനിക്കങ്ങനെ ഇന്നത് വേണം ഇന്നത് തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉള്ളത് എന്താണോ അത് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. പതിവ് അങ്ങനെ തന്നെയാണ്. പിന്നെ ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പകല് രാവിലെയൊക്കെ ഭക്ഷണം കഴിക്കലൊക്കെ വളരെ കുറവാണ്. കഞ്ഞി കുടിച്ചിട്ട് പോകാന്നല്ലാണ്ട് വേറൊരു കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ചാണ് കഴിക്കലൊന്നുമില്ല. ഇപ്പോൾ വർക്കിനൊക്കെ പോകുന്ന വീടുകളിലൊക്കെ ചോദിക്കും എങ്ങനെയാണ് ഇങ്ങനെ വൈകുന്നേരം വരെ ഭക്ഷണമൊക്കെ കഴിക്കാണ്ട് ഇരിക്കുന്നത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാണ്ട് പണിയെടുക്കാൻ പറ്റുന്നതൊക്കെ ചോദിക്കും. നമ്മൾ ഓരോ ശീലങ്ങൾ നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല. ഓരോ ശീലങ്ങൾ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും അതുകൊണ്ട് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ വർക്കൊക്കെ ചെയ്യുന്ന വീടുകളിലൊക്കെ ഒരുപാട് വീടുകളിൽ എന്നോട് ചോദിച്ചു നീ എങ്ങനെയാണ് രാവിലെ കഞ്ഞി മാത്രം കുടിച്ചിട്ട് പിന്നെ 5 മണി വരെ വെയിറ്റ് ചെയ്യുന്നത്, 5 മണി വരെ നമുക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റുന്നത് എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലരും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവും.
അപ്പൊ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു പീസോട് ശകലം എടുക്കട്ടോ, വളരെ കുറഞ്ഞു വരണം. അവരോടൊക്കെ ഞാൻ പറയാറെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വെയിറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാണ് നടക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണം എല്ലാവരും കഴിക്കണം, പക്ഷെ ആവശ്യത്തിന് കഴിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. എനിക്ക് ഉമ്മച്ചി ഉണ്ടെങ്കിലുണ്ടല്ലോ എല്ലാ സാധനങ്ങളും ടേബിളിൽ ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഞാൻ എണീക്കുമ്പോഴത്തേക്ക് എങ്ങനെ എണീക്കുകയാണെങ്കിലും ഞാനൊരു 4:50 ഒക്കെ ആകുമ്പോഴാണ് എണീക്കുക. പിന്നെ വേഗം ഭക്ഷണം കഴിക്കാനുള്ള സമയം, എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം മാത്രം മതിയല്ലോ, വേറെ ഒന്നും കുക്ക് ചെയ്യാനും കാര്യങ്ങളൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ അത് കാരണം തന്നെ വലിയ പണിയൊന്നും എനിക്ക് വരില്ല. ഇതിപ്പോ വീട്ടിൽ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. ഉമ്മച്ചിങ്ങാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ നല്ലത് ചീത്ത കിട്ടുന്നുണ്ടാവും കേട്ടോ. കാരണം ഉമ്മച്ചിക്ക് അങ്ങനത്തെ സാധനങ്ങൾ കിട്ടുന്നതും കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടമല്ല. സൗണ്ട് കാര്യങ്ങളൊന്നും പാകം എത്ര നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഇന്ന് രാത്രിക്കത്തെ എന്റെ അത്താഴാണ് കേട്ടോ. രാത്രി എനിക്ക് അത്താഴത്തിനുള്ളതാണ് ടേസ്റ്റ്. ഇത് മതി, എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ. പിന്നെ അങ്ങനെ അധികം ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല നോമ്പെടുക്കാറ്. പിന്നെ ഇതുപോലെ കുറച്ചൊക്കെ എണീച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്ത് ശീലമല്ല. ഭക്ഷണമൊക്കെ ഞാൻ കുക്ക് ചെയ്യലൊക്കെ ഉണ്ട്. ഇന്നലെ കോഴിമുട്ട വെള്ളത്തിലിട്ടത് കുറെ ആൾക്കാർ പറഞ്ഞു. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിലും പോട്ടെ, തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഞാൻ 2ാമത് ബക്കറ്റിലിട്ട് വെച്ചാൽ. കാരണം എന്താ പറയുക, ആകെ 10 മിനിറ്റ് സമയം ഉണ്ടായിരുന്നു. ആ 10 മിനിറ്റ് സമയം കൊണ്ട് എനിക്ക് വേഗം കുക്ക് ചെയ്ത് പിന്നെ സെറ്റാക്കി കഴിയും. അപ്പൊ അത് കാരണം ഞാൻ സ്പീഡാക്കിയതാണ് കാര്യം. അതായത് ഒന്ന് പെട്ടെന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യം ചെയ്തതാണ്. ബാലൻസ് ഉള്ള പാലെടുത്ത് വെച്ചു. ഇതൊന്ന് കറക്കിയെടുത്ത സെറ്റ്. ഉമ്മച്ചിനോട് പോകുന്നതിന്റെ മുമ്പ് വരെ ആകെ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഒറ്റ കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളൂ, അടുക്കള കുളമാക്കി വെക്കരുത് എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ളത് എന്തോ ഇനി കാണിച്ചോ. അടുക്കള ഇനി കുളമാക്കി വെക്കരുത്, അടുക്കള വൃത്തിയാക്കി വെക്കണം. അതെന്തായാലും ഞാൻ അതിൻ്റെതായ രീതിക്ക് അതിൻ്റെതായ മര്യാദ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പഞ്ചസാര വളരെ കുറച്ച് ഞാൻ ഇടുള്ളൂ കേട്ടോ, കുറച്ച് ഇടുള്ളൂ. 4 സ്പൂൺ മതി. ഷുഗർ ഉള്ളത് കൊണ്ടൊന്നല്ല, ഷുഗർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കുറച്ച് ഹോർലിക്സ് ഇട്ട് കൊടുക്കാം. ഹോർലിക്സ് ജ്യൂസിലിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ബൂസ്റ്റ് ഇടുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റാണ് ഈ ഹോർലിക്സ് ഇടുമ്പോൾ. നമുക്കൊന്ന് കറക്കിയെടുത്താലോ. ഗ്ലാസ് ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം.
കറക്റ്റ് 2 ഗ്ലാസ് ഉണ്ടാവണം. നമ്മളൊരു അളവ് അങ്ങനെയാണ്. ഓക്കെ, കറക്റ്റ് 2 ഗ്ലാസ് ഉണ്ട് കേട്ടോ. അപ്പൊ വേഗം ഇത് കുടിച്ചിട്ട് നമുക്ക് എന്താക്കാം, ബാക്കി വീഡിയോ ചെയ്യാം. ഇല്ലെങ്കിൽ എന്റെ സമയം ലേറ്റ് ആയി പോവും, എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ലാണ്ടായി പോവും. അപ്പൊ അത് കാരണം ആദ്യം ഇത് കഴിക്കാം. ഇതണ്ട കറക്റ്റ് 5:01. ഇനി എനിക്ക് 17 മിനിറ്റും കൂടിയാണ് എൻ്റെ മുമ്പിലുള്ളത്. ഇന്നലെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ കഴിച്ചില്ല, ഞാൻ അതേപോലെ എടുത്ത് വെച്ചു. പറ്റുന്നൊന്നും അറിയില്ല, നമുക്ക് എടുത്തു നോക്കാം. ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഷമാമ് ജ്യൂസും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓലപ്പടക്കം ഉണ്ട്, ഉള്ളിവടയുണ്ട്. അപ്പൊ ഇതാണ് എൻ്റെ അത്താഴത്തിന് കഴിക്കാനുള്ള ഫുഡ്. ഓക്കെ ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും പിന്നെ പൊലിച്ചക്കുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഇതാണ് പൊലിച്ചക്കൊക്കെ ഞാൻ കഴിക്കുന്ന ഭക്ഷണവും കാര്യങ്ങളും. എനിക്ക് കുറച്ച് ഗ്ലാമർ കൂടിയിട്ടുണ്ട് അല്ലേ, അത് ഉറങ്ങി നീച്ചുകൊണ്ടാണ് കേട്ടോ, ഒക്കെ തടിച്ചിട്ട്. ഇന്നലത്തെ ആ ക്ഷീണം കൊണ്ട് നല്ലോണം മാറി, ഇപ്പൊ ഒന്ന് ക്ലിയർ ആയി. നല്ല ഗുളിക കുടിച്ചിട്ടാണ് കിടന്നത്. അൽഹംദുലില്ലാ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എനിക്ക് ഞാനോട് പറയുന്നില്ല, ഞാൻ കുറേ ദിവസങ്ങളായി ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ട്, ഒരുപാട് ദിവസങ്ങളായി. ഒന്നാമത് കേസിന്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ആകെ ടെൻഷനാണ്. വണ്ടിന്റെ കേസിന്റെ കാര്യം ഇതുവരെ ഒരു കാര്യങ്ങൾ പോലും തീരുമാനമായിട്ടില്ല, ഒന്നും എവിടെ എത്തിയിട്ടില്ല. എത്ര മാസമായി, ഒരു കൊല്ലം ആവാനായി, 8 മാസം ആവാനായി, 8 മാസം കഴിയാനായി. എന്നിട്ട് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്ക് വേറൊരു വരുമാനമല്ല. നയിക്കുക, ഉണ്ടാക്കുക, ജീവിക്കുക, നയിക്കുക, ഉണ്ടാക്കുക, ജീവിക്കുക. ഒരാൾ സഹായത്തിന് പോലും ഇല്ല, ഒരാളും ഇല്ല, വാപ്പല്ല. മാമന്മാരുള്ള 2 മാമന്മാരെ അവസ്ഥ പറയണ്ട. ഉപ്പാൻ്റെ ഫാമിലി ഇല്ല, ആകെയുള്ളത് ഉമ്മാൻ്റെ ഫാമിലിയാണ്. അവരെ കൊണ്ട് ഒന്നിനും കഴിയില്ല. പിന്നെ ഭാര്യ വീട്ടുകാർ, ഓരോ അവസ്ഥ ഓൽക്കേ അറിയുള്ളൂ, ഓരോ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഓൽക്കേ അറിയുള്ളൂ. പിന്നെ എങ്ങനെ അല്ലേ? അപ്പോൾ ഞാൻ നയിച്ചെങ്കിലേ എനിക്കുള്ളൂ, ഞാൻ ഉണ്ടാക്കിയെങ്കിലേ എനിക്കുള്ളൂ. അതേപോലെ ഞാൻ ഓരോ ദിവസവും ഉണ്ടാക്കിയിട്ട് സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസയാണ്. എന്തായാലും ഒന്നും അറിയാണ്ട് റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ വണ്ടിമ്മ വന്ന് കയറി. എന്നിട്ട് അവസാനം അന്ന് രാത്രി അവരൊക്കെ പറഞ്ഞ് തീരുമാനമാക്കി പോയിട്ട് രാവിലെ ആയപ്പോൾ കുറച്ച് പാർട്ടിക്കാരെയും കൂട്ടി വന്നിട്ട് എൻ്റെ തലമ വെച്ച് കെട്ടി തന്നെ. കുഴപ്പമില്ല, അൽഹംദുലില്ലാ, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അത് പടച്ചവനും ഓനും തമ്മിലാവട്ടെ അല്ലേ, ഓൻ്റെ ഈശ്വരനും എൻ്റെ പടച്ചവനും തമ്മിലാവട്ടെ കളി. അവിടെ ചെല്ലുന്ന സമയത്ത് സിറാത്തും പാലത്ത് കയറുമ്പോൾ ഓനോട് ചോദിക്കുമ്പോൾ ഓൻ എന്താ പറയാൻ നോക്കാലോ അല്ലേ. അപ്പൊ എന്തായാലും ഞാനിത് കഴിക്കട്ടെ, കഴിക്കുന്ന വീഡിയോ വേണ്ട. അപ്പൊ എന്തായാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി നമ്മൾ സംസാരിക്കാം. ഉള്ളിയോട ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ, സാധനം കയ്യിൽ നിന്ന് വയ്ക്കണം. പൊടിച്ചിട്ടും നഷ്ടമായിട്ടൊന്നുമല്ല. ഇത് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം പറ്റൂല. ഉള്ളിയോടെ പിന്നെ കഴിക്കാനാവില്ല. അത് ഞാൻ മാറ്റിച്ച് എനിക്കത് പിന്നെ കഴിക്കാൻ പറ്റുന്നില്ല. ഒരു കടി കടിച്ച് ഒരു കഷ്ണം കഴിച്ചു നോക്കി, പക്ഷെ പറ്റുന്നില്ല. ഞാൻ സമൂസ മാത്രം കഴിച്ച്. അപ്പൊ എന്തായാലും ഇന്നത്തെ അത്താഴം കഴിഞ്ഞ് ഇനിയിപ്പോ നാളത്തേക്കുള്ള അത്താഴത്തിനുള്ള ഞാൻ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഞാൻ കണ്ടുപിടിക്കും. എന്നല്ലെങ്കിൽ രാത്രി ഞാൻ കുക്ക് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഞാൻ അമ്മേനോടോ അമ്മനോടോ ആരോടെങ്കിലും പറയും കൊണ്ടുതരാൻ. അല്ലാണ്ട് നടക്കൂല. കാരണം കുറച്ചെങ്കിലും ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ നോമ്പോക്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നാമത് ഈ ചൂടില്ലെങ്കിൽ പിന്നെ കുറേയൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയി പോകുമെന്ന് വിചാരിക്കാം. ചൂടും കൂടി ആകുമ്പോൾ ഇടങ്ങാറാണ്. 5:07 സമയം, 6 മിനിറ്റ് കൊണ്ട് ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും ഈ ഷമാവും കൂടി കുടിച്ച് മൊത്തം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണം നിസ്കാരവും കഴിഞ്ഞ് ഗുളികയെ കുറിച്ച് കിടക്കാൻ. ഗുളികയുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ 2 അതിഥികളുണ്ട്.
ഒരു രാവിലെ വരും, 2 പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ, അതാണ് അതിഥികൾ. നമുക്ക് ഓർക്ക് കൊടുക്കാം. ഓരങ്ങനെ ഇരുന്ന് കറുമുറേന്ന് കടിച്ചങ്ങനെ കഴിച്ചോളും. ക്യാമറ നമ്മുടെ സ്റ്റാൻഡ് ചെയ്ത് വെക്കട്ടെ. മിക്സി, ഈ മിക്സിക്ക് എത്ര വർഷം പഴക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? സംഭവത്തിൽ എന്താ അറിയോ, സുജാതന്റെ മിക്സിയാണ് കേട്ടോ, സുജാതന്റെ മിക്സിയാണ്, സുജാത. ഈ മിക്സി ഞങ്ങൾ വീട്ടിൽ കൂടലിന് എറണാകുളത്തുള്ള റഫീഖും അതുപോലെ തന്നെ 2 ആൾക്കാരുണ്ട്. ഒരു വന്ന സമയത്ത് ഞങ്ങൾക്ക് തന്നതാണ്. അതായത് ആ സമയത്ത് ഞങ്ങൾക്ക് കൊണ്ടു തന്നതാണ് അവര്. ഞങ്ങളോട് പറയാണ്ട് വന്ന് കയറി അങ്ങനെ കൊണ്ടു തന്നതാണ്. ഇത് ഏകദേശം ഇവിടെ എത്തിയിട്ട്, ഇന്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഇത് ഇവിടെ എത്തിയിട്ട് ഏകദേശം 9 വർഷം കഴിഞ്ഞ്, 9 അല്ല 10 വർഷം ആവാനായി. അപ്പൊ നമ്മള് പിന്നെ ഈ സാധനം ഇതുവരെ ഒന്ന് സർവീസ് ചെയ്യേ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കാണിക്കുക അങ്ങനത്തെ ഒരു ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ജാറ് മാത്രം, ഒരു ജാറ് മാറ്റി, ജ്യൂസർ മാറ്റിയിട്ടില്ല, ജ്യൂസർ മാറ്റാനായിട്ടുണ്ട്. ഈ സുജാതന്റെ ജ്യൂസറൊക്കെ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്, നമ്മൾ എവിടെ പോയാൽ നമുക്ക് കിട്ടും. ഇതൊക്കെ കഴുകി വെച്ചാല് അത്രയും നല്ലതാണ്. കാരണം ഇനിയിപ്പോ അത് കഴുകാനായിട്ട് മുന്നോട്ട് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവില്ല. പിന്നെ അമ്മായിയാണുള്ളത്, അമ്മായിക്ക് 2 കുട്ടികളെ പഠിച്ചിട്ട് കൊണ്ടേക്ക് വരുന്നത് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെണ്ണുങ്ങളെ നല്ലത് ഞാൻ തന്നെ ഇങ്ങോട്ട് ഇവിടത്തേക്ക് വെക്കുകയാണെങ്കിൽ. എന്നെ കുറിച്ച് തള്ളാൻ എനിക്കൊരു തെണ്ടിയുടെ സഹായം വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ. അപ്പോൾ വീണ്ടും അൽഹംദുലില്ല ഇന്ന് 15 കഴിഞ്ഞ് നാളെ തൊട്ടിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ കണക്ട് തന്നെ ആയിരിക്കും, എന്നാലും പറ്റുന്നപോലെ ഞാൻ എടുക്കും, അതല്ല. പിന്നെ നാളെ തൊട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇനി വർക്കൊന്ന് ഉഷാറാക്കിയിട്ട് പെരുന്നാളാകുമ്പോഴത്തേക്ക് കുറച്ച് കായ് ഉണ്ടാക്കണം. 4-5 അടവുകളുണ്ട് അടയ്ക്കാൻ, അടച്ചിട്ടില്ല. ഒരടവ് പെൻഡിങ് ആണ്, ഒരടവ് പിന്നെ മിനിഞ്ഞാന്ന് പൊമ്മച്ചയ്ക്ക് ഞാൻ പൈസ കൊടുത്ത് അയൽക്കൂട്ടത്തിൽ അറിയില്ലേ. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. പിന്നെ 15 അപ്പൊ അതിന് മുമ്പ് എനിക്കൊന്ന് ബസ്സിൽ ഒന്ന് പോയി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ലോഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്റെ വർക്കിന്റെ ലോഡിന്റെ വീഡിയോ വേണ്ടി കാണാം. അത് ഞാൻ എടുക്കണം നോക്കുന്നുണ്ട്. ഞാൻ എത്താണെങ്കിൽ ഞാൻ പാർട്ട്ണറാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഓന് പോകില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോകും. അപ്പൊ അന്നേരം ആ കണ്ടന്റ് ഞാൻ ചെയ്യണ്ടേ ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ് കൊടുക്കാനായി. അപ്പത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് കുടിക്കണം. ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിച്ചാൽ അൽഹംദുലില്ലാഹ്. സ്പൂണ് കഴുകിയിട്ടില്ല, അതുകൊണ്ടാണ്. ഹോർലിക്സ് അതേപോലെ തന്നെ കഴിക്കണമെന്നതാണ്. പൊടി എന്താന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. പൂച്ചക്കുട്ടികളുണ്ടെങ്കിൽ എടുത്തിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യാം.
കാണില്ല കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ ആയിരിക്കും വരിക. രാവിലെ വന്നിട്ട് ഇവിടുന്ന് ഉമ്മാനെ തരയും. അപ്പം അന്നേരം എടുത്തു കൊടുക്കുക. രാവിലെ വരും കേട്ടോ പൂച്ചകളെല്ലാവരും. രണ്ടെണ്ണം ഉണ്ട്. ഒരു കറുത്ത ഒരു പുള്ളിയുള്ള പൂച്ചയും അതുപോലെ തന്നെ ഫുള്ളായിട്ട് ബ്ലാക്ക് ആയിട്ടുള്ളൊരു പൂച്ചയുണ്ട്. രണ്ടാളും വരും. രാവിലെ എത്തിക്കോളും ഇവിടെ. ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ആരാണ്? റമദാൻ 17 നോട്ടിഫിക്കേഷൻ വന്നാണ് കേട്ടോ, വേറൊന്നല്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ എന്നെ അറിയിക്കുക. സന്തോഷമായിട്ട് എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസും എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറഹബ. എന്തൊരു ടൈമിംഗ് ആണേ, കറക്റ്റ് എല്ലാം കഴിഞ്ഞ നേരം ബാങ്ക് കൊടുത്ത്. അപ്പോൾ എന്തെല്ലാം നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് രാവിലെ വരണ്ട്, രാവിലെ എടുക്കണം വീഡിയോ. ഈ വീഡിയോ ചിലപ്പോൾ ലേശം ലൈറ്റ് ആയിട്ടിരിക്കും അപ്ലോഡ് ചെയ്യാം കേട്ടോ. നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്യാം. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം എനിക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ലൈക്കും അതുപോലെ തന്നെ ചെയ്യണേ. എന്നിട്ട് വേണം എനിക്ക് നിങ്ങൾ പറയുന്ന സമയങ്ങളിൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ സമയമായി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. എന്നാലും ഏകദേശം എല്ലാവർക്കും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം, അതുപോലെ തന്നെ എല്ലാവരും എന്താ പറയുക, രാവിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം, വൈകിട്ട് തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം, ആ ഒരു സമയങ്ങളൊക്കെ പറയണമെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. പിന്നെ നിങ്ങളൊക്കെ ഞങ്ങളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. മറ്റുള്ളവരൊക്കെ കണ്ട് നമുക്ക് ഒരു 10 വ്യൂ കൂടുതൽ കിട്ടിയാൽ അൽഹംദുലില്ലാ അത്രയും സന്തോഷം. ഇപ്പം ഇന്നലെ വീഡിയോ ഒന്നും തീരെ കയറിയില്ല, കുഴപ്പമില്ല, മതി, അങ്ങനെ മതി, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ആളുകൾ കണ്ട് ഒരുപാട് പണം കിട്ടണം എന്നല്ല. ഒരുപാട് എനിക്ക് ഒരാവശ്യമില്ല, അതിന്റെ പണം കൂടുതൽ പൊമ്മിഞ്ഞു കൂടിയിട്ട് ഒരാവശ്യമില്ല. സ്വസ്ഥതയും സമാധാനവും ഉള്ളത് നഷ്ടപ്പെടും എന്നല്ലാണ്ട് ഒരു കാര്യമില്ല. കിട്ടുന്നത് അൽഹംദുലില്ലാ എന്ന് പറയാൻ പാകത്തിന് കിട്ടിയാൽ മതി. നമ്മളെ ആവശ്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു അത്യാവശ്യം ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ, മിന്നിനൊന്ന് മരുന്ന് വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, ഒന്നൊരു ചെറിയൊരു യാത്ര പോകണമെങ്കിൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വരുമാനമാണ് ഞാൻ ഇതിൽ നിന്ന് കണ്ടെത്തുന്നുള്ളൂ. അല്ലാണ്ട് കൂടുതൽ ഇപ്പൊ ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട്, അത്രയൊന്നും നമ്മളിതിൽ കണക്കാക്കുന്നില്ല. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ ഒരു കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.